ഹലോ ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു ഗുരുവായൂർ വെഡ്ഡിങ് ബ്ലോക്കാണ് കേട്ടോ. ഞങ്ങൾ തലേന്ന് തന്നെ കാക്കനാടുന്ന് തൃശ്ശൂരിലേക്ക് തിരിച്ചു. നല്ല ബ്ലോക്കായിരുന്നു. എനിക്ക് ഇടാനുള്ള ഡ്രസ്സ് ആക്ച്വലി വണ്ടിയുടെ ബോക്സിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ പമ്പിക്കറി മാറ്റാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ബ്ലോക്ക് കാരണം ഞങ്ങൾ ഫംഗ്ഷൻ എത്തിയപ്പോൾ തന്നെ നല്ല ലേറ്റായി. പിന്നെ അത് മാറ്റാനൊന്നും നിന്നില്ല. അതേ കോളത്തിൽ തന്നെ റിസപ്ഷന് കയറി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് ശ്രീലക്ഷ്മി. ഭയങ്കര ടെൻഷനിലായിരുന്നു ഇന്ന് കേട്ടോ. കല്യാണത്തിനെ പറ്റി 2 വാക്ക് പറയാമെന്ന് പറഞ്ഞപ്പോൾ ടെൻഷൻ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു ആൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ആളെ ഒന്ന് കൂളാക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തിട്ട് നേരെ അവളുടെ വീട്ടിലോട്ട് ചെന്നു. അപ്പം കല്യാണത്തലേന്നല്ലേ കുറച്ച് സൊറയൊക്കെ പറഞ്ഞിരുന്നില്ലെങ്കിൽ അതിലെന്താ ഒരു ത്രില്ലല്ലേ. പിന്നെ അവൾ കുറച്ചും കൂടി ഒന്ന് റിലാക്സ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളാരും ഫുഡ് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് പാവം വീട്ടുകാർ ഞങ്ങളെ ഫുഡൊക്കെ തന്നിട്ടാണ് കേട്ടോ വിട്ടത്. അത്രയും ലേറ്റായിട്ടും നല്ല സ്നേഹമായിരുന്നു എല്ലാവർക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെക്ക് ഇൻ ചെയ്തു ഹോട്ടലിലോട്ട്. ഗുരുവായൂരിന് അടുത്തുള്ളൊരു ഹോട്ടലിലാണ് റൂം എടുത്തത്. കാരണം രാവിലെ ഞങ്ങൾക്ക് നിർമ്മാല്യ ദർശനം തൊഴാൻ പോകണമായിരുന്നു. അപ്പോൾ പിന്നെ അടുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെയും ബ്ലോക്ക് കിട്ടിയാലോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. എല്ലാവരും ഒന്ന് സെറ്റിലാവുമായിരുന്നു. കാരണം അത്രയും ദൂരം യാത്ര ചെയ്തതിന് നല്ല ക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ബ്ലോക്കാണ് പ്രശ്നം എന്നേ. അല്ലെങ്കിൽ നമുക്ക് അത്ര കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് എത്താവുന്ന ദൂരമേ ഉള്ളൂ. പക്ഷേ ഇത് വണ്ടി ഒരു ശകലം പോലും അനങ്ങണില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി. രാവിലെ 2:15 ഞാൻ അലാറം വെച്ചിട്ട് നിർമ്മാല്യ ദർശനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം അവിടെ എത്തിയപ്പം എനിക്ക് മനസ്സിലായി ഈ ഒരു ടൈമിൽ നമുക്ക് ക്യൂ നിന്ന് തൊഴിൽ നടക്കില്ല എന്ന്. അങ്ങനെ സ്പെഷ്യൽ പാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ATM കൗണ്ടറിൻ്റെ അവിടെ നിൽക്കുക. അതെല്ലാം എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ആ ഭഗവാന്റെ നടയിലെത്തിയാൽ കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമല്ലേ. നല്ല ആംബിയൻസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുരുവായൂരിൽ പോകാൻ വേണ്ടിയിട്ട്. വല്ലാത്തൊരു പ്രത്യേക ഒരു സന്തോഷമാണ് അവിടെ പോകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ പൂ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു വിട്ടായിരുന്നു താമരപ്പൂ വാങ്ങണേന്ന്. അങ്ങനെ അത് മറക്കാണ്ട് വാങ്ങുവാണ്. എന്നിട്ട് ഞാൻ നടയിലോട്ട് നടന്നു പോകണം. അപ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, ഓഹോ വല്ലാത്തൊരു പ്രതീതിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് കീഴിൽ നിൽക്കുകയാണ്. നിർമ്മാല്യ ദർശനം തൊഴാൻ പറ്റി, നല്ലോണം കാണാൻ പറ്റി. നല്ല സന്തോഷമായി കേട്ടോ. അങ്ങനെ തൊഴുതിറങ്ങിയതിന് ശേഷം ഈ ഒരു ശില്പം ഞാൻ വാങ്ങി കേട്ടോ. കഴിഞ്ഞ തവണ വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, പക്ഷെ നടന്നില്ല. ഇത്തവണ അതിന് ഭാഗ്യം കിട്ടി. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി കുറച്ചൊന്ന് കിടന്നിട്ട് വീണ്ടും തിരിച്ച് അവൾക്ക് ഫുഡ് വാങ്ങാനുള്ള മേക്കപ്പ് ചെയ്യുമല്ലേ. അപ്പം ഇനി ലേറ്റായി കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് അവൾക്കുള്ള ഫുഡുമായിട്ട് ഹോട്ടൽ റൂമിൽ പോവുകയാണ്. ഫുഡ് കൊടുത്തു. പാവം ഭയങ്കര ടയേർഡായിട്ടായിരുന്നു. അവളും നന്നായിട്ട് ഉറങ്ങിയിട്ടില്ലല്ലോ. എന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പഴയ ഇടത്തിലോട്ട് വന്നു. പ്ലെയിൻ ദോശയും കോഫി ആട്ടോ. ഞാൻ പറഞ്ഞത് എനിക്ക് മസാല ദോശ അത്ര ഇഷ്ടമല്ല. പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷേ എപ്പോഴും അതിൻ്റെ ഇഷ്ടം അങ്ങ് പോയി. അങ്ങനെ ഞാൻ പ്ലെയിൻ ദോശയും കോഫിയും പറഞ്ഞു. കോഫി അത്യാവശ്യമായിരുന്നു, കാരണം എന്നെ കണ്ടാലറിയാം ഞാൻ കിറുങ്ങിയായിരിക്കുന്നത്. ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ, കുറച്ച് നേരമൊക്കെയല്ലേ പറ്റുള്ളൂ. ഇതാ കണ്ടില്ലേ മരപ്രഭു. പിന്നെ ഞങ്ങൾ ഹോട്ടലിലോട്ട് തിരിച്ച് കയറി. ഇതാണ് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ. ഞങ്ങൾ കല്യാണത്തിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് താലിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമസ്കാരം സെൻറ്റർ വെച്ചിട്ടായിരുന്നു ബാക്കി പരിപാടി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ താലികെട്ട് അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിക്കിനും തിരക്കിൻ്റെ ഇടയ്ക്ക് ഓടിച്ചാടിപ്പോയി എടുക്കുമായിരുന്നു ബാക്കി ക്ലിപ്സൊക്കെ. അവൾ എന്നോട് പ്രത്യേകം പറഞ്ഞായിരുന്നു കല്യാണത്തിൻ്റെ വീഡിയോ ഫോണിൽ എടുക്കണേന്ന്. അപ്പോൾ അത് കാരണം ഞാൻ ഓടിപ്പോകുമായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കാണ്, ഒരുപാട് കല്യാണം ഉണ്ടായിരുന്നു. ഈ തിരക്ക് കണ്ടപ്പോൾ ഞങ്ങളുടെ കല്യാണ ടൈം ഓർത്ത്. ഞങ്ങളുടെ കല്യാണത്തിന് ഒരുപാട് കല്യാണം ഉണ്ടായിരുന്നിട്ട് എന്തോരം ആൾക്കാരാണ്, ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അപ്പോൾ ഞാനിങ്ങനെ പഴയ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. പഴയ കാര്യത്തിൽ 4 ദിവസമാകത്തേ ഉള്ളൂ, എന്നാലും അതിങ്ങനെ ഓർമ്മകളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ആഗ്രഹം കണക്ക് ഗുരുവായൂർ വെച്ച് കല്യാണം നടക്കാൻ പറ്റിയില്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് അഞ്ജന ചേച്ചിയും മക്കളാട്ടോ. കണ്ണനെ തൊഴുവാൻ പറ്റിയതിൻ്റെ സന്തോഷമാണ് ആ മുഖത്തിപ്പോൾ കാണുക. എന്തൊരു സന്തോഷം. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഗുരുവായൂർ പപ്പടവും വാങ്ങി നടന്നപ്പോഴാണ് സംഭാരം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കണ്ടത്. അതൊരു നല്ല ഏർപ്പാടായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം നല്ല ചൂടല്ലേ ഇപ്പോഴും. അങ്ങനെ ഞങ്ങൾ 2 ഗ്ലാസ് സംഭാരവും വാങ്ങി കുടിച്ചിട്ട് നേരെ കൺവെൻഷൻ സെൻറ്ററിലോട്ട് യാത്ര തിരിച്ചു. അവിടെ എത്തി. അവിടെയും ഫങ്ഷൻ ഓൾമോസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആസ് യൂഷ്വൽ. എന്താ ചെയ്യുക, പക്ഷേ എന്തായാലും സമയത്തിനെങ്കിലും അവിടെ തീരുന്നതിന് മുന്നെങ്കിലും എത്താൻ പറ്റിയെന്നുള്ളൊരു ഭാഗ്യം. അവിടെ എത്തിയപ്പോൾ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ കല്യാണം കിട്ടില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞ് അനുസരണമുള്ള കുട്ടികളെ കണക്കിന് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് കുട്ടിയെ കളിപ്പിക്കുന്നു സുമയ്യ. പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ കയറി എല്ലാവരും ബെസ്റ്റ് വിഷസൊക്കെ പറയുമായിരുന്നു കേട്ടോ.
നമുക്ക് അപ്പോഴും മുഖത്ത് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് വീടൊക്കെ മാറിപ്പോകുന്നതല്ലേ അതിൻ്റെയൊക്കെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി കയറി. പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നതല്ലേ, ഒരു ഫോട്ടോഷൂട്ട് ആവാമെന്ന് വെച്ചിട്ട് എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ കഴിയുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ഞങ്ങൾ 2 കരിമ്പിൻ ജ്യൂസ് വാങ്ങി കുടിച്ചിട്ട് ഒരു സ്ഥലത്ത് എത്തിയിട്ട് റെസ്റ്റ് എടുക്കുമായിരുന്നു കേട്ടോ. വെയിൽ, ചൂട്, പൊടിയൊക്കെ ആയിട്ട് ആകെ ടയേർഡായി പോകായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വണ്ടിയിലിരുന്നിട്ട് കുറേ നേരം ആയപ്പോഴത്തേക്കും ഭയങ്കര ടയേർഡുമായി, ചൂടുള്ളതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ദാഹിച്ചു. അങ്ങനെ ദാഹശമന മുക്തി എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ കയറിയിട്ട്, അത് സ്പെഷ്യലാട്ടോ, സോഡയിൽ ഫ്രൂട്ട്സും പിന്നെ ഉപ്പും എരിവും ഒക്കെ ഇട്ടിട്ടൊരു സ്പെഷ്യൽ ഡ്രിങ്ക് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇത് ഒരെണ്ണം വാങ്ങിയാൽ മതി, 2 പേർക്ക് നല്ലോണം തികയും. അത് കഴിഞ്ഞ് ഇതാ പോകുന്നു ബാഹുബലി ലഗേജ് എല്ലാം എടുത്ത് വെച്ചിട്ട്. ഇത് പിറ്റേ ദിവസം കേട്ടോ. ഞങ്ങളിനി അടുത്ത ചെക്കൻ്റെ അവിടുത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് പോവാണ്. അവിടെ ഞങ്ങൾ ഭാഗ്യം കറക്റ്റ് സമയത്ത് തന്നെ എത്തി കേട്ടോ. നല്ല മഴക്കോളുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴ പെയ്യുമെന്ന് വിചാരിച്ച് പേടിച്ചാണ് പോയത്. പക്ഷേ ഭാഗ്യം പെയ്തില്ല. തിരിച്ചിറങ്ങിയപ്പോഴായിരുന്നു മഴ പെയ്തത്. അവിടെ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടോ, അയ്യോ പാവക്കുട്ടി കണക്കുണ്ടല്ലേ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഫുഡും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ബന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു ബന്നിനൊക്കെ. അങ്ങനെ ഞാൻ ഫ്രൈഡ് റൈസും ബന്നുമാണ് എടുത്തത്. എനിക്കതാണ് കൂടുതലിഷ്ടം. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഫോട്ടോ കൂടി എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. എല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് കുറച്ച് ഫ്രൈസും നഗറ്റ്സും ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ മഴ അങ്ങോട്ട് തുടങ്ങിയത് മിന്നലടിക്കുന്നതാണ് കേട്ടോ. നല്ല പെരുമഴയായിരുന്നു. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് തോന്നുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങി. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. താങ്ക് യു ഓൾ. ലവ് യു.